2012-2013 സാമ്പത്തിക വർഷത്തേക്കുള്ള ആറ്റിങ്ങൽ നഗരസഭാ ബജറ്റ് അവതരിപ്പിച്ചു. ടൗണിൽ എല്ലാവർക്കും വീട്, ജലശ്രീ പദ്ധതിയിലൂടെ കുടിവെള്ളം എത്തിക്കൽ എന്നിവ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ചിലതാണ്. എല്ലാ വീടുകളിലും ഖരമാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. 2011-2012 പുതിയ ബഡ്ജറ്റും 2012-2013 മതിപ്പ് ബഡ്ജറ്റുമാണ് വൈസ് ചെയർമാൻ എം പ്രദീപ് അവതരിപ്പിച്ചത്. ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മാതൃകാ പ്ലാന്റാക്കി ഉയർത്തുമെന്ന് ബജറ്റിൽ പറയുന്നു. എല്ലാ വീടുകളിലും ഖരമാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സബ്സിഡി നൽകി സ്ഥാപിക്കും. ടൗണിലെ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കും. നിർമ്മാണത്തിൽ ഗുണമേന്മ ഉറപ്പുവരുത്തും. ടൗണിൽ വീടില്ലാത്ത എല്ലാവർക്കും വീട് നൽകും. ജലശ്രീ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കും. ഇങ്ങനെ പോകുന്നു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ബജറ്റിന് ഒരു മുഖവുര പോലും ഇല്ലാത്തത് കഷ്ടമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇതിൽ ബഡ്ജറ്റ് പ്രസംഗം എന്നൊന്നുമില്ല. ഇതിൽ അടിച്ചിരിക്കുന്ന മുഴുവൻ എന്ന് പറയുന്നത് നഗരസഭയിൽ നടപ്പാക്കാൻ പോകുന്നതാണ്. ബഡ്ജറ്റ് പ്രസംഗം എന്ന് പറഞ്ഞാൽ നയപരമായ ഒരു പ്രസംഗം. നമ്മൾ ഇന്ന മേഖലയ്ക്ക് പ്രാമുഖ്യം കൊടുക്കും, ഇന്ന മേഖലയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും. ഇതെന്ന് പറയുന്നത് ഓരോ വർക്കും എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇതിൽ അവസാനം ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് പ്രസംഗം ഇവിടെയാണ് തുടങ്ങുന്നത്. ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ആറ്റിങ്ങൽ നഗരസഭയിൽ അടിച്ചു വന്നിട്ടുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായി. ഇതിലെവിടെയാണ് ബഡ്ജറ്റ്? നഗരസഭയുടെ വൈസ് ചെയർമാൻ്റെ ബഡ്ജറ്റ് പ്രസംഗം ഇതിലെവിടെ? എന്നാൽ ഇക്കാര്യത്തിൽ വൈസ് ചെയർമാന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇന്നത്തെ വാക്കൗട്ടിന് യാതൊരു കാരണവുമില്ല. ബഡ്ജറ്റ് പ്രസംഗം ഇല്ല എന്നാണ് അവർ പറയുന്നത്. ബഡ്ജറ്റ് പ്രസംഗം വ്യക്തമായി ഇതിൽ അച്ചടിച്ചു വച്ചിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് പ്രസംഗമാണ്. ഇത് ആർക്കും വേണമെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മുൻ വർഷങ്ങളിലെ പോലെ തന്നെയാണ് ഈ വർഷം ബഡ്ജറ്റ് പ്രസംഗം ഉൾപ്പെടുത്തിയത്. ഒന്നൊരു ചെറിയൊരു വീഴ്ച, അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. അപ്പുറത്ത് മറ്റൊരു പേജ് വരേണ്ട, തൊട്ടടുത്ത പേജിൽ വരേണ്ട ഒരു 6 വരി ഇപ്പുറത്തെ പേജിലേക്ക് കടന്നുകൂടി. അതാണ് ഒരു അപാകതയായിട്ട് അവർ കണ്ടത്. പിന്നെ അവർ വാക്കൗട്ട് നടത്തുമ്പോൾ ഈ ബഡ്ജറ്റിനെതിരായിട്ട് എന്ത് പറയുമെന്നുള്ളതായിരിക്കാം പ്രശ്നം. ഈ ബഡ്ജറ്റ് സമഗ്രമായ ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇതിനെതിരെ പറയാൻ ഒരു മറ്റു കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വാക്കൗട്ട് ഒരു വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി ആയിരിക്കാം ഒരു വാക്കൗട്ട് പ്രകസനം നടത്തി പോയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അല്ലാതെ അടിസ്ഥാനപരമായി ഒരു കാര്യവും അതിനകത്തില്ല. ACV ന്യൂസ്, ആറ്റിങ്ങൽ.